ഹായ്, ഇന്ന് മീൻകറിയുടെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ചെമ്പല്ലി മീൻ കഷ്ണങ്ങളാക്കിയതാട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അതായത് വലിയ കോരൻ്റെ വലിയ ടൈപ്പാണ് ഈ ചെമ്പല്ലി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് ഇൻസ്റ്റയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൊരു മീൻ റെസിപ്പിയാണ് ഞാൻ ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വെറും ചട്ടിയിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റുക. ഞാനും ഈ കറി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. ചട്ടിയിൽ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് സിമ്മിലാക്കിയിട്ടാട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകുന്നുള്ളത് കാര്യം ഷുവറാണ്. അപ്പോൾ അത് പൊടിയിലേക്ക് കുറച്ച് ഉലുവയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റി. ഇതൊക്കെ സിമ്മിലിട്ടിട്ടാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില തന്നെ കേട്ടോ ഇട്ടത്. അതിലേക്ക് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ഞാൻ അതിലേക്ക് ചേർത്തു. എന്നിട്ട് നന്നായി വഴറ്റി. തക്കാളീൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. അതിനുശേഷം ഞാനത് തണുക്കാനാണ് വെച്ചത്. അത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് തണുപ്പിച്ചു. അങ്ങനെ അത് അരച്ചെടുത്തു. നമുക്കതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നത്. നമ്മൾ ചട്ടിയിലേക്ക് നമുക്ക് കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ ചേർത്ത് അതിലേക്ക് ഈ അരപ്പൊക്കെ കൂട്ടാൻ പോവുകയാണ്. മീനിൻ്റെ തലഭാഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ അങ്ങനെ അരപ്പും പുളിവെള്ളവും നമ്മൾ ചേർത്ത് നമ്മുടെ മീൻകറി സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് പുളി ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുള്ളിൽ നമുക്ക് തേങ്ങ മാത്രം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. തേങ്ങ അരപ്പ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതിൽ ചേർത്തിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കാൻ പോവുകയാണ്. ഇനിയാണ് നമുക്ക് മീൻ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ മീൻകറി തിളച്ചു വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തു. അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയായി. എന്തായാലും ഭാഗ്യം പരീക്ഷണം ഫ്ലോപ്പായില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്കിഷ്ടമായി. മീൻകറി ഉണ്ടാക്കിയതിന് ശേഷം ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് ഉപ്പേരിയും കൂടി ഞാൻ ഉണ്ടാക്കി കേട്ടോ. കോളിഫ്ലവർ, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ് എന്നിവയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കിയത്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡി.